സോ ഹലോ ഗോയ്സ്, എല്ലാവർക്കും ഗെയിമിംഗ് തമ്പുരാൻ്റെ ഒരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് സ്കേറി ടീച്ചർ പാർട്ട് 2. ഇതിൽ എന്ന് വെച്ചാൽ ഈ ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഗെയിം ഹാർഡർ ആയിക്കൊണ്ടിരിക്കും. ഇതിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒരു പൂച്ച ഇവരെ വീട്ടിൽ പെട്ട് കിടന്നിട്ടുണ്ട്, മ്യാവ് മ്യാവ് നാക്കുന്നുണ്ട്. പൂച്ച അല്ലാതെ പേടിച്ചിരിക്കുകയാണ്, നമുക്ക് അവളെ രക്ഷപ്പെടുത്തണം. അപ്പം നമുക്ക് അധിക സമയം കളയാതെ ലെറ്റ്സ് ഗോ. എന്ത് കാര്യമില്ലാണ്ട് നടന്നു പോകുന്നുണ്ട്. ഷട്ടപ്പ് എന്ന് പറയുന്നുണ്ട്. ആദ്യം ചിലയാണ്ട് ഇക്കടയാടുന്നു. ഓക്കെ, അതെന്തിനാണ് ചുമര് തുടക്കുന്നത്? ആദ്യം പെയിൻ്റ് അടിക്കാം. നമുക്ക് ഈ പൂച്ചേനെ കണ്ടുപിടിക്കണം. ഇവരിത് എങ്ങോട്ടാണ് വരുന്നതെന്നോ, ഇങ്ങോട്ടാണെന്ന്. ഓ, ഇതാരാ മേലെ ഉള്ളതെന്ന് കണ്ടോ? അതാ ഏതോ റൂം ഓർന്ന് പോയിട്ടുണ്ട്. പൂച്ചേൻ്റെ കരച്ചിൽ എവിടുന്നോ ആണ് കേൾക്കുന്നത്. ലെഫ്റ്റ് സൈഡ് എവിടുന്നോ, ഇവിടെയും കൊണ്ട് ഇതിൻ്റെ അകത്തുണ്ടോ? അതെ, ഓക്കെ. വേറെ ഇഷ്ടം ഫ്രീക്കിങ് പൂച്ച ഷെഡിൽ ഇവിടെ എവിടെയോ ഉണ്ട്. ഒരു എനർജി ഡ്രിങ്ക് ഉണ്ട്. ഒന്നുമില്ല, അങ്ങോട്ടേ വരുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ല. ഒരു ഷെഡിലേക്ക് വന്ന പണി പാളിയെന്ന് തന്നെ വെച്ചോ. ഷെഡിൻ്റെ ഡോറ് അയ്യോ, ഇത് ഇങ്ങോട്ടാന്ന് തോന്നല്ലോ വരുന്നത്. അല്ല വേറെ എവിടെയോ പോയി. ഓ, സോഫയിലിരുന്ന് ബുക്കും വായിക്കുന്നുണ്ട്. അൺലോക്ക് ദ കേജ്. ഓ, ഇതാന്ന് തോന്നുന്നു. ഹാമർ പൊട്ടിക്കാണ്ട്. ഇനി ഏതാടെ കേജ്? ഞാൻ ക്രോബർ. ഓ, ഇതെന്താടെ ചെയ്യണ്ടേ? ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നില്ല. ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഡോറൊക്കെ തുറന്നൊരു വരവ് വരും. ഒന്ന് കരയാണ്ടിക്ക് പൂച്ചേ. അപ്പം നമ്മളെ കണ്ടാൽ വെടി കൊണ്ട പന്നി വരുന്ന പോലെ വരും. അതുകൊണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പുറത്തോട്ട് എവിടെയോ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കളി തീക്കളിയായി. ഇത് ഇവിടുന്നാടെ വരുന്നു. പൂച്ചയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ നടന്നും വരുന്നുണ്ട്. എവിടുന്നാണ് നടന്നു വരുന്നതെന്നൊരു പിടിത്തവുമില്ല. പിടിയും ഉണ്ട്. നമുക്ക് പുറത്ത് പോയി തിക്കാം. നമ്മളെ കണ്ട അപ്പാട് ഓടുമല്ലോ. ഇല്ല, ഇത്രയും വലിയൊരു വീടും എടുത്തിട്ടിട്ട് അങ്ങോട്ട് എവിടെയോ ഉണ്ട്. നമുക്ക് പൂച്ചേനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവും. എന്നാലും എന്നാ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. എനക്കിത് അവിടെ ഒരു പക്ഷി പോലത്തെ സാധനം വന്നിട്ട് ഒരു ചുവപ്പ് കളർ കീയും തന്നിട്ട് പോയി. ഞാൻ മനസ്സിലാക്കില്ല. കച്ചറ ഡബയിലുണ്ടാവുക അറിയില്ല. അവിടെ ഒന്നുമില്ല. ഷെഡിലാണെന്നാണ് എൻ്റെ ബലമായ സംശയം. അവിടെ ഉണ്ടാവും. ഇവിടെ എവിടെയാ കേജുള്ള? ഇതാന്ന് തോന്നുന്നു. ഇത് പെട്രോളില്ലേ? വേർ ഇസ് ദ കേജ്? അവിടെ കേജ് എവിടെ? നീ കരഞ്ഞോണ്ടിരിക്കാതെ കേജ് എവിടെയെന്ന് പറ. എന്തിവിടെ? അടുക്കളയിലാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നുമില്ല. ഇതൊന്നൊരു കിണ്ടിയും കാണുന്നില്ല. പുറത്ത് എവിടെയും കാറ്റില്ല. ഞാൻ എല്ലാ സ്ഥലവും അരിച്ച് പെറുക്കി നോക്കി. ഇനി ഉള്ളിലുണ്ടോ എന്ന് നോക്കാം. ഉള്ളിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞാൻ ഫുള്ള് അരിച്ച് പെറുക്കി നോക്കി. നമ്മുടെ കുണ്ടമ്മ നടന്നു പോകുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? അത് നമ്മൾ കണ്ടാൽ ഓടിക്കോളാം. കതച്ചോണ്ട് ഓടി വരും. ഒരു മോളിൽ ഇവരെ ഡ്രസ്സ് വെച്ചുന്ന റൂമിലുണ്ട് എന്ന് തോന്നുന്നു. ഇവരെ കാണുന്നില്ലല്ലോ. വേറെ അവർ സ്കേറി ടീച്ചർ. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ട്. നമുക്ക് നേരെ മേലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് ഏത് റൂം? ഇവരെ ഡ്രസ്സ് വെച്ച് ഇവർ നമ്മളെ കണ്ട്. ഇവർ നമ്മളെ കണ്ട്. പിരിക്കുന്ന മാത്രം കേൾക്കുന്നുണ്ട്. എടാ, നീ മ്യാവ് ആയിക്കൊണ്ടിരിക്കട്ടെടാ. പുള്ളിക്കാരിൻ്റെ കൂടെ നമ്മൾ റിങ്ങാ റോസ് കളിക്കാന്ന്. പിടിക്കാൻ പാട്ടോ? അയ്യോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ പുറത്തേക്ക് ഓടാ. എന്നെ പിടിക്കാൻ പറ്റില്ലടി മുള്ളുസെ. പുള്ളിക്കാരിക്ക് കണ്ണ് കാണുന്നില്ലേ ഗൈസ്? ഞാൻ ഈ വീട് ഫുള്ള് അരിച്ച് പെറുകിയിട്ടൊന്ന് വരാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാറ്റിനെ കിട്ടിയാലും ഞാൻ വീഡിയോ ഓണാക്കാം. ഗൈസ്, നമുക്ക് പൂച്ചക്കുട്ടീനെ കിട്ടി. നമുക്ക് വേഗം എടുത്തിട്ട് ഓടാം. ഇനിയിപ്പം വരും. നമുക്ക് ഇവിടുന്ന് ഓടാം. അല്ലോ, വന്ന് ഓടിക്കോ. അതൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്.
ഓടിക്കോ ഓടിക്കോ, നമ്മൾ പൂച്ചേനെ പിടിച്ചിട്ടുണ്ട്. പൂച്ചക്കുട്ടി നീ സേഫ് ആണോ? എന്നെ കണ്ടുപിടിച്ചടാ. അയ്യോ ഇതാ അപ്പുറത്തെ റൂമൊക്കെ തുറന്നായിരുന്നു. ഓടിക്കോ, കണ്ടം വഴി ഓടിക്കോ. ഏടുന്നല്ല വരുമെന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരി ഭയങ്കര തടിയാണെങ്കിൽ ഓട്ടത്തിന് നല്ല സ്പീഡാണ്. PT ഉഷയാണ്. വേഗം ഓടാ. ഓട്ടിക്കോ. അമ്മ ഞാൻ പെട്ടില്ല. ദൈവാധീനം കൊണ്ട് ഞാൻ പെട്ടിട്ടില്ല. ഓട്ടിക്കോ ഭഗവാനേ, കാത്തുള്ളണേ. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ പൂച്ചേനെ രക്ഷിച്ചിട്ടുണ്ട്. എന്താണ് ഗുണ്ടമ്മേ? ഓ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ബർത്ത്ഡേ കൊളാക്കണം. ഇവർക്ക് ഷഷ്ടി പൂർത്തിയാവാറായി. എന്നിട്ടും വിചാരം വലിയ യൂത്താണെന്നാണ്. ഷഷ്ടി പൂർത്തിയായി. നമുക്ക് ഇവരെ ബർത്ത്ഡേ കേക്ക് കൊണ്ടുപോകാം. ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണുന്നില്ല. ഒന്നും ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തമില്ല. ഇതെവിടെ കൊണ്ടുപോയി? ഒരു പുറത്തോ ആത്തോ എവിടെ പോകുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കിക്കാം. ഓ അതെടുത്തിട്ട് ഇപ്പം നടുക്ക് കൊണ്ടേക്കും തോന്നുന്നു. അവളെ കണ്ടാൽ നമുക്ക് ഓടാം. ഓക്കെ, എങ്ങോട്ടാണോ ഈ വരുന്നത്? നമ്മളെ കണ്ടാൽ നമുക്ക് ഓടാം. അയ്യേ കൂയി നമ്മളെ കാണാൻ പറ്റിയില്ല. യൂത്തായിട്ട് നമ്മളെ കാണാൻ പറ്റുന്നില്ല. അയ്യേ. ഓക്കെ, ഇത് എങ്ങോട്ടാണ്? ഒരു ഡ്രസ്സിങ് റൂമിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇവർ കേക്ക് കൊളാകണം. ഒരു മേലെ അടുത്തേക്കോ പോകുന്നു. ഇവർ അങ്ങ് പോട്ടെ. ഓക്കെ, നമുക്ക് അതിൽ കൊടുക്കാം. ഓ, നമ്മൾ പടക്കം കണ്ടുപിടിക്കണം. ഓ, ഈ പക്ഷി പോലത്തെ സാധനമാണ് എനിക്ക് നേരത്തെ കീ തന്നത്. ഓക്കെ. അയ്യോ, ഇതെന്താണ് ഫുട്ബോൾ ഡാൻസ് കളിക്കുന്നത്? കടലിൽ തൂറാൻ പോയപ്പോ ഡാൻസ്. ആ മോനെ PC മറ്റേ PS5 ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. കാണില്ല. പുറത്തോട്ട് പോവാം. പുള്ളിക്കാരി ഫുള്ള് പാട്ടൊക്കെ പറ്റി വൈബിലാണ്. ആ സാധനം നമുക്ക് ഇതെല്ലാം പോയി തപ്പിയിട്ട് വരാം. ഇവിടെ ഒന്നുമില്ലല്ലോ, ഇവിടെ ഒന്നും കാണുവാനില്ല. ഗൈസ്, ഞാൻ ഈ വീട് ഫുള്ള് തപ്പുന്നുണ്ട്. ഇവിടെ എങ്ങാനും ഉണ്ടായാൽ കൊള്ളാം. ഇവിടെ ഒന്നുമില്ല. ആ മോനെ അംബാനീൻ്റെ വീട് പോലത്തെ സെറ്റപ്പ്. എൻ്റെ മോനെ ഏതാ സെറ്റപ്പ്? ഒന്നും കേൾക്കുന്നില്ല. വോളിയം കൂട്ടാം. പുള്ളിക്കാരി മോളിൽ നിന്നെങ്ങാനും വന്നിട്ടുണ്ട് നമ്മൾ പെടും. കുറച്ച് വോളിയം കൂട്ടിട്ടെ, ഒരു സേഫ് സ്പോട്ടിലെത്തട്ടെ. ഇപ്പം പോട്ടെ, കുറച്ച് ഓർക്കാം. ഓക്കെ, ധാരാന്ന് ഈ വരുന്നത് കണ്ടോ മുകളിൽ? നമുക്ക് ഈ വീട് ഫുള്ളായിരിക്കും പെറുക്കണം. ഈ ജനലിൻ്റെ അകത്ത് ഇവരിക്കൊന്നും കാണാനില്ല, അറിയില്ല. അയ്യോ, ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കണ്ട. നമുക്ക് വർക്ക് ഏരിയ ഭാഗത്തേക്കൂടെ അങ്ങ് വളഞ്ഞു പോവാം. ഗൈസ്, ഇവിടെ വലിയ പട്ടിക്കാടുണ്ടായിരുന്നു. നേരത്തെ നോക്കുമ്പോൾ ആകാശവും. അതാ ഇതെന്തെന്ന് ഗൈസ്, എന്തോ ഒരു ലെക്കാന്ന് തോന്നുന്നു. ഞാൻ എന്തോ ഈ ചാടേണ്ട വട്ടം ഞെക്കിയപ്പോൾ ഈ അറിയാണ്ട് ഈ ആഡ് പിടിച്ച് എനിക്ക് പോയി. അങ്ങനെ എനിക്ക് ഇതിൻ്റെ സാധനം ഇത് കിട്ടി, വഴി കിട്ടി. എൻ്റെ മോനെ ഇജതിലേക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്കൊക്കെ തോന്നും അത് തള്ളാണെന്ന്, പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ റോക്കറ്റ്. റീപ്ലേസ് ദ ക്യാൻഡിൽ. ഇതെന്ത് ചെയ്യേണ്ടത്? കേക്കിന് നമ്മളിത് കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യണം. ഇനി ഒരു ടാസ്കും കൂടി ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാർ ഡോറ ബുജി കാണുന്നുണ്ട്. ഓക്കെ, ചെയ്യണം. അയ്യോ, എന്നെ കണ്ട് ഓടിക്കോ, എന്നെ കണ്ട് ഓടിനെ പറ്റിച്ചേ. പാവം മുളുസ് ചമ്മിപ്പോയി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യോടി? വാതിലടച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കോളിംഗ് ബെല്ല് അടിക്കാം. കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഒരു കൂസലില്ലാണ്ട് പോകാണ്ട, അടിച്ചോണ്ടിരിക്കാം. ഇനി ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതെന്താണ് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി കളിക്കുന്നു? അതും ഭയങ്കര ഒച്ചയാവും.
ഇവർ ബർത്ത്ഡേ കേക്ക് തിന്നാൻ പോകുന്നുണ്ട്. എന്ത് സമയത്തും ദൈവത്തിനറിയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആടെ ഓൾറെഡി കേക്ക്, പിന്നെ വേറെ കേക്ക്. വെരി ഇതൊരു പടക്കാണ് ആക്ച്വലി. ഓ പൊട്ടിത്തെറിച്ച്. ഓ തമാശ. ഞാൻ അടുത്ത എപ്പിസോഡിൽ ചിരിച്ചു തരാം. ഇപ്പം എനിക്ക് ചിരി വന്നില്ല. അപ്പോൾ ഗൈസ് ഫൈനലി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.